പ്രജ്ഞാനത്താൽ ത്രിനേത്രീയഴലുകളകമേ ശാന്തമാകാം. പെരുത്തോരജ്ഞാനത്തെ ഗുരുത്വം തരണീരുളകാറ്റുന്ന പോൽ നിഗ്രഹിക്കാം. വിജ്ഞാനാതീതയാകും ഗിരിവരതനയെ നിന്നിലെ ഭക്തിയാലേ കുഞ്ഞായി തീർന്നോർക്കു കിട്ടൂ പരമസുഖതമാം നിർവൃതി പാൽ കുടിക്കാൻ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവതം സപ്തമസ്കന്ധം 35-ാമത്തെ അധ്യായം മന്ത്രസിദ്ധി ഉപായം എന്ന വിഷയമാണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. ആദ്യത്തെ ശ്ലോകമാണ് എടുത്തത്. ദേവി പറയുന്നത്, ന യോഗോ നവസഹ പൃഷ്ടേ ന ഭൂമൗ നരസാതലേ ഐക്യം ജീവാത്മനോ രാഹുർയോഗം യോഗവിശാരദ. ആകാശത്തോ ഭൂമിയിലോ പാതാളത്തിലോ, അതായത് ത്രിലോകങ്ങളിലോ ഒന്നുമല്ല യോഗം എന്ന് പറഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യം, കൂടിച്ചേരലിനെയാണ് യോഗം എന്ന് പറയുന്നത് എന്നുള്ള ആ വാക്യത്തോടു കൂടിയാണ് ദേവി ഇവിടെ ഹിമവാന് ഉപദേശം തുടങ്ങുന്നത്. ആ ഭാഗങ്ങളെയാണ് നമ്മൾ അവലോകനം ചെയ്തു വന്നത്. അപ്പോൾ ഈ യോഗാഭ്യാസം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിനെ പരമാത്മാവായിട്ട് ലയിപ്പിക്കുക, യോജിപ്പിക്കുക. അത് യോജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിനെ പരമാത്മാവിലേക്ക് യോജിപ്പിക്കാൻ പോയാൽ സാധ്യമല്ല. പിന്നെ എന്ത് വേണം? യമ നിയമാദികളിൽ കൂടി ഇന്ദ്രിയ സംയമനങ്ങളൊക്കെ ചെയ്ത്, ധ്യാനാദികളൊക്കെ ചെയ്ത്, അങ്ങനെ ഇന്ദ്രിയ സംയമനം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് മനസ്സിനെ നമുക്ക് നമ്മളുടെ വശത്താക്കിക്കൊണ്ട് ലൗകിക ഭൗതിക വിഷയങ്ങളിലേക്ക് അതിനെ പോകാതെ കണ്ട് ആ മനസ്സിനെ ദേവിയിലേക്ക് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് ലയിപ്പിക്കുക, ആ ബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കുക. അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം നേടുക. മുക്തി, മോക്ഷം എന്നൊക്കെ അതിന് പേരുകളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് നേടുക എന്നുള്ളതിനാണ് ഈ യോഗം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് യോഗ എന്നുള്ളത് പലരും ദേഹസംബന്ധമായ കാര്യങ്ങളിൽ നമുക്ക് ആ ദേഹത്തിനെ പോഷിപ്പിക്കാനായിക്കൊണ്ടാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം അത് നടക്കണില്ലേ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ യോഗ ക്ലാസ്സുകളും യോഗാഭ്യാസങ്ങളും ഒക്കെ അതിനായിട്ട് നടത്തുന്നത്, പലരും പോകുന്നത്, നടക്കുന്നത്. ഇനി നമ്മൾ ഏകാദശ സ്കന്ധത്തിൽ തന്നെ ഭാഗവത മഹാപുരാണത്തിൽ പോകുമ്പോൾ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ ഭഗവാൻ അവിടെ ഉദ്ധവരോട് പറയുന്നുണ്ട്, ഉദ്ധവ, ഇങ്ങനെ യമനിമാദികളിൽ കൂടിയൊക്കെ യോഗാഭ്യാസത്തിലൊക്കെ യോഗമാർഗം പറയുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് ഭഗവാൻ എടുത്ത്, ആ യോഗമാർഗമൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് പല സിദ്ധികളും ഉണ്ടാവും. ആദ്യം ഈ ശരീരത്തിനെ എങ്ങനെയൊക്കെ അടക്കാനുള്ള സിദ്ധികളൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ആ സിദ്ധികൾ കുറെ കൂടി കൂടുന്ന സമയത്ത് ആ മനസ്സ് ചഞ്ചലമില്ലാതെ കണ്ട് ഒക്കെ ആയി ഇരിക്കുന്ന സമയത്ത് വേറെയും സിദ്ധികളൊക്കെ നമുക്ക് വരാം. ഭഗവാൻ അവിടെ പറയണത് പല പല അമാനുഷിക സിദ്ധികളൊക്കെ നേടാൻ കഴിയും എന്നൊക്കെയാണ് പറയണത്. ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഋഷികള് മുനികള് അവർക്കൊക്കെ അമാനുഷിക സിദ്ധികൾ എവിടെ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞാൽ അവർക്ക് ആ യോഗസിദ്ധി ഉള്ളത് കൊണ്ടാണ്. പക്ഷേ അവിടെ ഭഗവാൻ ഇതൊക്കെ പറഞ്ഞ് ഉദ്ധവരൊക്കെ കൊടുക്കുന്ന ഉപദേശത്തിൽ പറയുന്നുണ്ട്, ഉദ്ധവ, യഥാർത്ഥമായിട്ടുള്ള എൻ്റെ ഭക്തന്മാര് അതിലേക്കൊന്നും പോവില്ല എന്നാണ്. ആ സിദ്ധികളൊക്കെ വരും, പോവും, ഉണ്ടാവും അവർക്ക്. പക്ഷെ അതിലൊന്നും അവരെ അല്പം പോലും ശ്രദ്ധ വയ്ക്കില്ല. അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം അതല്ല. അവരുടെ ലക്ഷ്യം ജീവാത്മാവായിട്ടുള്ളവർക്ക് പരമാത്മാവായിട്ടുള്ള എന്നിലുള്ള ലയമാണ്. അതുകൊണ്ട് ഈ കിട്ടുന്ന സിദ്ധികളും മറ്റേതിനെയും എല്ലാം തൃണമായിട്ട് അവർ കരുതുന്നു.
അതിനെയൊന്നും അവര് അഭിനന്ദിക്കാറില്ല, ഉപയോഗപ്പെടുത്താറില്ല. അല്ലെങ്കിൽ അതിനായിട്ടല്ല അവര് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ആരാണോ ആ യോഗത്തിന് വേണ്ടി, പരമാത്മാ ഐക്യത്തിന് വേണ്ടിയിട്ട് ഈ യോഗം ചെയ്യുന്നത്, അവർക്ക് അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഫലങ്ങൾ വരുന്നുണ്ട്. മറ്റുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ, സിദ്ധികളൊക്കെ കൂടും. അവര് സിദ്ധപുരുഷന്മാരായിട്ട് പല സിദ്ധികളും ചെയ്തു നടക്കും. കൈ കാണിച്ച് ആകാശത്തിൽ നിന്ന് ഭസ്മം ഉണ്ടാക്കും, അല്ലെങ്കിൽ കുങ്കുമം എടുക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. അങ്ങനെ പല സിദ്ധികളൊക്കെ ചെയ്തു നടക്കും. എന്നിട്ട് ആ സിദ്ധികളൊക്കെ കൂടുന്ന സമയത്ത് അനേകം ജനങ്ങള്, ഭക്തന്മാര്, അവരുടെ ശിഷ്യഗണങ്ങളൊക്കെ കുറെ കൂടും. സിദ്ധപുരുഷനാണ് എന്ന് പറഞ്ഞിട്ട് ആ സിദ്ധികളെ കൊണ്ടൊക്കെ പിന്നെ അവർ പേരും പ്രതാപവും നടത്തി നൂറുകണക്കിന് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളൊക്കെ വെച്ചുകൊണ്ട്, പിന്നെ പലരും അതിനെ ധനസമ്പാദനത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഇതാ ആ സിദ്ധമാർഗത്തിലേക്ക് അങ്ങോട്ട് കടക്കും. അതോടുകൂടി എന്തുപോയി? അവർക്ക് ആ പരമാത്മാവുമായിട്ടുള്ള ഐക്യം എന്നുള്ളത് അത് അവിടെ നിന്ന് വിഭജിച്ചു പോയി. അവർ ആ സിദ്ധികളെയും കൊണ്ട് പലതും കാണിച്ചും ചെയ്തും ഇങ്ങനെ നടക്കണം. ഇനി ചിലവരാ സിദ്ധി വരെ ഒന്നും എത്തില്ല, യോഗമാർഗങ്ങളിലൊക്കെയാണ് പോവുക. ഇപ്പം നമ്മൾ ടി വിയിൽ അങ്ങനെയുള്ള യോഗികളെയൊക്കെ കാണാറുണ്ട്, ഞാൻ പേരൊന്നും പറയണില്ല. അപ്പോൾ അവരൊക്കെ എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ യോഗങ്ങളൊക്കെ ചെയ്യും, പലതും ചെയ്യും. നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല അങ്ങനെയൊന്നും ചെയ്യാനായിട്ട്. നമുക്ക് തന്നെ തോന്നും ഇവരെങ്ങനെയാ ഇതൊക്കെ ചെയ്യണത് എന്ന് നമുക്ക് തന്നെ തോന്നാം. അപ്പം ആ യോഗങ്ങളൊക്കെ അവർ ചെയ്യും. ആ യോഗ അഭ്യാസത്തിന്റെ ഫലം കൊണ്ട് അവർക്ക് അവരുടെ ശരീരത്തിനൊക്കെ നല്ല ബലവും പുഷ്ടിയും ഒക്കെ ഉണ്ടാവും. നമ്മുടെ മാതിരി കുടവയറൊന്നും ഉണ്ടാവില്ല, പല ശരീരവേദനകളൊന്നും ഉണ്ടാവില്ല, അതേമാതിരിയുള്ള പലതും അവർക്കുണ്ടാവില്ല. അവർക്ക് സ്ഥിരമായിട്ടൊക്കെ അനങ്ങാതെ കണ്ട് പ്രാണായാമങ്ങൾ മുതലായൊക്കെ ചെയ്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഒരു സ്ഥലത്തിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രാണം പോകുന്നത് മാത്രമേ കാണുള്ളൂ. അല്ലെങ്കിൽ ഒരു അനക്കവും ഇല്ലാതെ കണ്ട് അങ്ങനെയൊക്കെ സിദ്ധന്മാരിരിക്കും. പലതരത്തിലുള്ള സിദ്ധികളൊക്കെ അവർ കാണിക്കും. ഇപ്പം ദാ നമ്മുടെ ഇതൊക്കെ നടന്നുവല്ലോ, എവിടെയാ ഈ പ്രയാഗിലൊക്കെ കുംഭമേളയൊക്കെ നടന്നു. അപൂർവമായിട്ടുള്ള കുംഭമേള. അതില് ഹിമാലയത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും മറ്റു പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെ വന്ന ഒരുപാട് സന്യാസി വര്യന്മാര്, ധാരാളം പേരൊക്കെ ഉണ്ടായിരുന്നു. പല സിദ്ധികളൊക്കെ ഉള്ളവര്, പലതും ഇതൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ജനങ്ങളൊക്കെ അവരെ ധാരാളം നേരിട്ട് കണ്ടിരുന്നു. ഒരുപാട് തിരക്ക് അതിനൊക്കെയാണ്. മുങ്ങിക്കുളിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനത്തെവരെയൊക്കെ കണ്ട്, സിദ്ധപുരുഷന്മാരെയൊക്കെ കണ്ട് അവരുടെ സിദ്ധികളൊക്കെ നോക്കി അവരിൽ നിന്നും അനുഗ്രഹമൊക്കെ മേടിക്കുക, അതിനായിട്ട് കുറേ ജനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ സിദ്ധികളൊക്കെ അവർക്ക് കിട്ടും. ആ യോഗത്തിൽ കൂടെ, ആ യോഗാഭ്യാസത്തിൽ കൂടെ നിരന്തരമായിട്ട് അതൊക്കെ അവർക്ക് നേടാൻ കഴിയുന്നുണ്ട്. അതും ഒരു നേട്ടം തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ വാസ്തവത്തില് പതാഞ്ജലി എഴുതിയിരിക്കുന്നതായിട്ടുള്ള യോഗം എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. തടി കുറയ്ക്കാനോ, മുട്ടുവേദന മാറാനോ, കുടവേറ് പോവാനോ, അല്ല എന്നുണ്ടെങ്കിൽ സിദ്ധികൾ വന്നുകൂടാനോ, അമാനുഷിക ശക്തികൾ നേടാനോ, അതിനൊന്നുമായിട്ടല്ല. അതവിടെ പറഞ്ഞിട്ടുണ്ട് പതാഞ്ജലി. അതിനൊന്നുമല്ല ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് അദ്ദേഹം. ഇത് ഈ ജീവാത്മാവിന് പരമാത്മാവുമായിട്ടുള്ള ലയത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ശരീര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല അത് എന്നാണ് പതാഞ്ജലി തന്നെ പറയണത്. പക്ഷെ നമ്മൾ